നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിലവിലെ നിയമ പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ മാനങ്ങളും ഒക്കെ തന്നെ അതീവ സങ്കീർണമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജനുവരി 28-ന് കോടതി പുറപ്പെടുവിക്കാനിരിക്കുന്ന വിധി അത് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏറെ നിർണായകമായി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനായിട്ട് ഒരുക്കിയ ചക്രവ്യൂഹം അത് അതിശക്തമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. രാഹുലിനെ നിയമക്കുരുക്കിൽ തളച്ചിടുക എന്നതിലുപരിയായി അദ്ദേഹത്തെ മാനസികമായിട്ട് തകർക്കാനും രാഷ്ട്രീയ മുഖ്യധാരയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുമുള്ള ഗൂഢമായ നീക്കമാണ്. അത് ഭരണകൂട കേന്ദ്രങ്ങളിൽ സജീവമാണെന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നു. ജാമ്യം ലഭിക്കുന്ന പക്ഷം ഉടനടി പ്രയോഗിക്കാൻ പാകത്തിലൊരു പോക്സോ കേസ് ഇപ്പോൾ അണിയറയിൽ തയ്യാറാക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. ഭരണകൂടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ കേവലമൊരു നിയമപരമായിട്ടുള്ള നടപടി എന്നതിലുപരിയായി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മുൻപ് നേരിട്ട 2 കേസുകളിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിയ മാങ്കൂട്ടം സർക്കാരിനെതിരെ ഉയർത്തിയ വെല്ലുവിളികളും പരിഹാസങ്ങളും ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രതികാരം എന്നോണം എല്ലാ നിയമപരമായിട്ടുള്ള പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇപ്പോൾ 3ാമത്തെ പരാതിയിൽ പോലീസ് മാങ്കൂട്ടത്തെ കുടുക്കിയിരിക്കുന്നത്. കോടതിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ട രാഹുൽ മാങ്കൂട്ടം നിയമയുദ്ധത്തിലൂടെ താൻ നിരപരാധിത്വം തെളിയിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജയിലിനുള്ളിൽ തന്നെ പിടിച്ചിടാനാണ് ഇപ്പോൾ പോലീസ് സംവിധാനങ്ങളൊക്കെ ശ്രമിക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ അഭിഭാഷകർ പ്രവചിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പുതിയ കേസുകളൊക്കെ തന്നെ കെട്ടിച്ചമയ്ക്കപ്പെടുമെന്ന ഭയം അത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പോലും ഇപ്പോൾ ശക്തമാണ്. രാഹുലിനെതിരായിട്ടുള്ള നിയമ നടപടികളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് പങ്കുണ്ടെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കേണ്ടതായിട്ടുള്ള പരാതികൾ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതും അസ്വാഭാവികമാണെന്ന് നിരീക്ഷകർ പോലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. പി ശശിയെ പോലെയുള്ള അധികാര കേന്ദ്രങ്ങൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ കൈകോർക്കുന്നുവെന്ന സംശയം രാഷ്ട്രീയ എതിരാളികൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. രാഹുലിനെ സ്ത്രീലമ്പടൻ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇനിയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ്റെ ആ പ്രതികരണവും ഈ വേട്ടയാടലിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളെ അടിവരയിടുന്നതാണ്. നിയമം ഇരകൾക്ക് നീതി നൽകാനല്ല, മറിച്ച് രാഷ്ട്രീയ ശത്രുക്കളെ അടിച്ചമർത്താനാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരം ആക്ഷേപം ഇതിനാൽ തന്നെ ബലപ്പെടുകയാണ്. പരാതികളിലെ ഉള്ളടക്കവും അതോടൊപ്പം തന്നെ അവയുടെയൊക്കെ സ്വഭാവവും കൃത്യമായി പരിശോധിക്കുമ്പോൾ പല വിധത്തിലുള്ള സാമ്യതകൾ പ്രകടമാകുന്നുണ്ട്. ആദ്യ പരാതിയിലും നിലവിലെ 3ാം പരാതിയിലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗർഭചിത്രം അത് ശാരീരിക പീഡനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങൾ ഒരേ തിരക്കഥയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 3ാം പരാതിക്കാരി തൻ്റെ പക്കൽ ഭ്രൂണം തെളിവായിട്ട് ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ മുൻപത്തെ കേസുകളിൽ ഇത്തരം ഭൗതിക തെളിവുകളുടെ അഭാവം പ്രകടമായി. ഈ പരാതികൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം മുതൽക്കേ ഉയർന്നു വന്നവയാണെന്നത് ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യഥാർത്ഥ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് പകരം പരാതികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റി വേട്ടക്കാരെ തന്നെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ഭരണകൂടം ചെയ്യുന്നതെന്ന വിമർശനം പൊതുസമൂഹത്തിലും ഉയരുന്നുണ്ട്. രാഹുലിനെതിരെ വരാനിരിക്കുന്ന പോക്സോ കേസിനെ കുറിച്ചുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ചും CPM അനുകൂല സൈബർ ഇടങ്ങളിൽ പോലും ഇപ്പോൾ സജീവ ചർച്ചയാണ്. രാഹുൽ മുൻപ് ട്യൂഷൻ എടുത്തിരുന്ന കാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന തരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഈ ആരോപണം സത്യമാണോ അതോ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള അടുത്ത തന്ത്രമാണോ എന്നത് വ്യക്തമല്ലെങ്കിൽ പോലും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ രാഹുലിന് അത് വലിയൊരു നിയമക്കുരുക്കായിട്ട് മാറുന്നതായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരമാവുകയും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് കരിനിഴൽ വീഴ്ത്തുകയും ചെയ്യുന്നതാണ്. ജനുവരി 28-ന് ശേഷം ഇത്തരമൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. പോലീസ് നടപടിക്രമങ്ങളിലെ നിയമവിരുദ്ധതയെക്കുറിച്ച് മുൻ DGP സെൻകുമാറിനെ പോലെയുള്ളവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കോടതി അറസ്റ്റ് തടയാതിരുന്നിട്ടും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായ ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ തിടുക്കത്തിൽ കസ്റ്റഡിയിലെടുത്ത രീതി സംശയാസ്പദമാണ്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് പൊതുജനങ്ങൾക്കിടയിൽ പോലും വലിയൊരു വിഭാഗം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പോലീസിനെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഇവിടെ ശക്തമാകുമ്പോൾ ഭാവിയിൽ ഈ നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥർ തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ മുളയിലെ നുള്ളിക്കളയാനുള്ള CPM നീക്കമാണിതെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ജയിലിനുള്ളിലെ രാഹുലിൻ്റെ പെരുമാറ്റം സഹതടവുകാരെയും അധികൃതരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലൊക്കെ തന്നെ പെടുന്നവർ മാനസികമായി തളരാറുണ്ടെങ്കിലും രാഹുൽ അതീവ ഗൗരവത്തോടും ആത്മസംയമനത്തോടും കൂടിയാണ് ഓരോ നിമിഷവും ചെലവഴിക്കുന്നത്. തന്നെ ചതിച്ചവർക്കും കൂടെ നിന്ന് കുടുക്കിയവർക്കുമൊക്കെതിരെയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള തിരിച്ചടികൾ അദ്ദേഹം ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്യുകയാണെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചിലരുടെ കുതികാൽ വെട്ടും ഒറ്റപ്പെടുത്തലുമൊക്കെ തന്നെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ശക്തമായ തിരിച്ചുവരവിനായിട്ട് അദ്ദേഹം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ജയിലിലെ ഓരോ നിമിഷവും തൻ്റെ ശത്രുക്കളെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയാനാണ് രാഹുൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ പോരാട്ടം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് പാലക്കാട് MLA എന്ന നിലയിലേക്ക് അതിവേഗം വളർന്ന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധി അപ്രതീക്ഷിതമാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ചാറ്റുകളും മറ്റ് തെളിവുകളും അദ്ദേഹത്തിന് അനുകൂലമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്നത് കാത്തിരുന്ന് തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ജാമ്യം ലഭിച്ചാൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഭരണകൂടം പുതിയ കേസുകളിലൂടെ അദ്ദേഹത്തെ വീണ്ടും തളയ്ക്കാൻ ശ്രമിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിമാറും. ഏതായാലും 28-ലെ കോടതി വിധി അത് കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.